ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മട്ടൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മട്ടൺ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം മട്ടണാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മട്ടണിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. പത്തിട്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മട്ടൺ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറിയൊരു, ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടു. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്. എല്ലാം നല്ലതുപോലെ വഴന്ന് വരട്ടെ. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. വഴന്നിട്ടില്ല, ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും. ഒരു തക്കാളി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കിത് കറി ആയതുകൊണ്ട് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പുരട്ടി വെച്ചിരുന്ന പാത്രമില്ല, അത് കഴുകി ഒരു അല്പം വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. 4-5 വിസിൽ വരട്ടെ. വെന്ത് വരട്ടെ. നമ്മുടെ മട്ടനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് കൂട്ടി വരട്ടെ. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് മൂത്തിട്ടിട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കി കേട്ടോ. അപ്പോൾ ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വറ്റാനുണ്ട് കേട്ടോ. വറ്റണം. ഉപ്പെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള ഉണ്ടല്ലോ, സവോള വറുത്തതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച്, വളരെ കുറച്ച്. സവോള വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മട്ടൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. ഇതും ബട്ടർ ഗാർലിക് റൈസുമാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം.